നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനോട് പറഞ്ഞ് കർത്താവിൽ പ്രത്യേകം ആശ്രയിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന നമ്മൾ പ്രഭാതത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ ഒരു പ്രാർത്ഥന നമ്മൾ നടത്തണം. ഈ ഒരു പ്രാർത്ഥന ഇസ്രായേൽ മക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. കർത്താവിൻ്റെ പ്രിയപ്പെട്ട ജനം, പ്രത്യേകിച്ച് അവർ യുദ്ധ അന്തരീക്ഷങ്ങളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അപകടം നിറഞ്ഞ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരിങ്ങനെയുള്ള പ്രാർത്ഥനകൾ ചൊല്ലുമായിരുന്നു എന്നാണ് പറയുന്നത്. ആ പ്രാർത്ഥന ഇതാണ്. 84 സങ്കീർത്തനം അതിൻ്റെ 12-ാം തിരുലിഖിതം. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. അപകടം നിറഞ്ഞ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ, യുദ്ധാന്തരീക്ഷത്തിലേക്ക് അവർ പോകുമ്പോൾ, പ്രത്യേകമായിട്ടുള്ള ബുദ്ധിമുട്ട് നിറഞ്ഞ അവസ്ഥകളിലൂടെ അല്ലെങ്കിൽ ശത്രുക്കളുടെ ചുറ്റും അവർ ജീവിക്കുന്ന സമയത്തൊക്കെ അവരിങ്ങനെ പ്രാർത്ഥിക്കും. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തെ സൈന്യങ്ങളുടെ കർത്താവായിട്ട് വാഴ്ത്തുകയാണ്. സൈന്യം, പട്ടാളക്കാർ. ഈ പട്ടാളക്കാരുടെ നേതാവ് എന്താ ചെയ്യുന്നത്? ആ പട്ടാളത്തെ വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കഴിവുള്ള ആളാണ്. ആ പട്ടാളത്തെ വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കുന്ന ആൾ എന്ന് പറയുന്നത് ആ സൈന്യത്തിൻ്റെ, ആ പട്ടാളത്തിൻ്റെ നേതാവാണ്. ആ നേതാവിനാണ് ആ പട്ടാളത്തെ, ആ സൈന്യത്തെ വിജയത്തിലേക്ക് നയിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുള്ളത്. അതുകൊണ്ട് ആ നേതാവിനെ അവർ ആശ്രയിക്കും. ഇപ്പം ഇവിടെ ഇസ്രായേൽ മക്കൾ സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ എന്ന് പറയുമ്പോൾ, ഈ ലോകത്തിൽ അവർക്കെതിരെ വരാവുന്ന എല്ലാവിധത്തിലുള്ള ശത്രുക്കളിൽ നിന്നും വിടുതൽ കൊടുക്കുവാനും അവരുടെ മേൽ വിജയം കൈവരിക്കുവാനുമുള്ള ഒരു പ്രത്യേക കഴിവ്, ഒരു പ്രത്യേക പവർ, ഒരു പ്രത്യേക ശക്തി അത് ഉള്ളത് അവരുടെ ദൈവത്തിനാണ് എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഇങ്ങനെ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അവർ ഒരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു അപകടം നിറഞ്ഞ സ്ഥലങ്ങളിലൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ശത്രുക്കളുടെ ഇടയിൽ അവർ ജീവിക്കുമ്പോൾ, അവർ ഇങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ അവർക്ക് ശത്രുക്കളുടെ മേൽ വലിയ വിജയം കർത്താവ് കൊടുക്കുമായിരുന്നു. നമ്മൾ വിശ്വസിക്കണം, നമ്മളുടെ കർത്താവ് സൈന്യങ്ങളുടെ കർത്താവാണ്. അപകടങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും പ്രിയപ്പെട്ടവരെ നമ്മളെ രക്ഷിക്കുന്ന ഒരു കർത്താവാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ നമ്മൾ വിശ്വസിച്ചിട്ട് പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം. സൈന്യങ്ങളുടെ കർത്താവെ, അങ്ങയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ നമ്മൾ കർത്താവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടല്ലോ, ആ ദിവസം മുഴുവൻ കർത്താവിന് വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ലോകത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ലോകത്തിലേക്ക് പോയിട്ട് നമ്മുടെ പല കാര്യങ്ങളും നടത്തി നേടിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒത്തിരി പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. ശത്രുക്കളെ നേരിടേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അപകടങ്ങളുണ്ടാവും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലുള്ള വ്യക്തികളൊന്നും ചിലപ്പോൾ നമുക്ക് അനുകൂലമായിട്ട് വന്നെന്ന് വരില്ല. ചിലപ്പോൾ പല തടസ്സങ്ങളുണ്ടാവും. ചിലപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് പാപത്തിൻ്റെതായിട്ടുള്ള, തിന്മയുടേതായിട്ടുള്ള, അശുദ്ധിയുടേതായിട്ടുള്ള പല തടസ്സങ്ങളായിരിക്കും. പരീക്ഷകൾക്ക് പോകുന്നതിന് മുമ്പ്, ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ്, ജോലികൾക്ക് പോകുന്നതിന് മുമ്പ്, പറമ്പിൽ അധ്വാനിക്കാൻ പോകുന്നതിന് മുമ്പ്, മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ലോകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു പ്രാർത്ഥന, സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സംരക്ഷണം ചോദിച്ചു പ്രാർത്ഥിച്ചു പോയിക്കോ. തിരിച്ച് കർത്താവിൻ്റെ സംരക്ഷണത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിച്ച് നമുക്ക് വരുവാനുള്ള ഒരു അഭിഷേകം, അനുഗ്രഹം ഉണ്ടാവും. കർത്താവിൻ്റെ സംരക്ഷണം നമ്മളിലേക്ക്, നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ മക്കളാകാം, നമ്മുടെ കുടുംബാംഗങ്ങളായിരിക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കാം, ആരുമായിക്കോട്ടെ, അവർ ചെയ്യാൻ പോകുന്ന, അവരേറ്റെടുക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലേക്കും കർത്താവിൻ്റെ സംരക്ഷണവും അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം.